നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ വളരെ തിരിച്ചടി നേരിടുന്ന ഒരു സമയമാണ് ശനിയുടെ കാലഘട്ടം. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും സങ്കീർണമാകും. ഒപ്പം തന്നെ ധനനഷ്ടവും കുടുംബ കലഹവും വിവാഹ തടസ്സങ്ങളും തുടങ്ങിയവയൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നു ചേരും. ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹമാണ് ശനി. ശനി അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനെയാണ് കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി, ജന്മശനി എന്നൊക്കെ പറയുന്നത്. ശനി ഒരാളുടെ ജന്മക്കൂറിൻ്റെ, അതായത് നക്ഷത്രം നിൽക്കുന്ന രാശിയുടെ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് കണ്ടകശനി ഉണ്ടാകുന്നത്. ജനിച്ച കൂറിലും, അതായത് നക്ഷത്രം നിൽക്കുന്ന രാശിയിലും 2-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും ശനി ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ഏഴര ശനിയും തുടർച്ചയായി 7.5 വർഷം ആണ് ഏഴര ശനി ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുന്ന സമയങ്ങളിലാണ് ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രതിവിധികൾ ചെയ്ത് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നത്. തീർച്ചയായും എല്ലാ ആഴ്ചകളിൽ പറ്റിയില്ലെങ്കിലും മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും ഈ പ്രതിവിധികൾ ചെയ്ത് ശനി ദോഷത്തിൽ നിന്നും മുക്തി നേടുക. ഈ പ്രതിവിധികൾ എന്തൊക്കെയെന്നറിയുന്നതിന് മുമ്പായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനിൽ വരുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പ്രതിവിധികൾ ഇങ്ങനെ: ശനി ദോഷത്തിൻ്റെ, അതായത് ജ്യോതിഷ വിധിപ്രകാരം ശനിയുടെ അതിദേവതയാണ് ശാസ്താവ്. ശാസ്താവിനെ ഭജിക്കുന്നതിലൂടെ ശനിദോഷത്തിൽ നിന്നും മുക്തി ലഭിക്കും എന്നാണ് വിശ്വാസം. പറ്റുമെങ്കിൽ കറുപ്പ്, നീല എന്നീ വസ്ത്രങ്ങൾ ധരിച്ച് ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം, എള്ള് തിരിവിളക്ക്, എള്ള് പായസം തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക. ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്ര ദർശന പ്രദക്ഷിണ വേളയിൽ അയ്യപ്പ മന്ത്രങ്ങളും ശനീശ്വര മന്ത്രങ്ങളും ഉരുവിട്ട് ശാന്തി നേടുക. നീരാഞ്ജന വിളക്ക് കത്തിച്ച് തിരി തെളിയുമ്പോൾ ഇരു കൈകളും കൂപ്പി ധർമ്മശാസ്താവിനെ മനസ്സാൽ സ്മരിച്ച് ശാസ്താവിൻ്റെ ഈ ഒരു മന്ത്രം 3 പ്രാവശ്യം ഉരുവിടുക. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ധർമ്മശാസ്താവിൻ്റെ ഈ ഒരു മന്ത്രവും ഒപ്പം തന്നെ ശനീശ്വര ഭഗവാന്റെ നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഈ മന്ത്രവും 3 പ്രാവശ്യം ഉരുവിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സകല ശനി ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ശനിദേവൻ നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ.